നമ്മളിപ്പോൾ നെക്സ്റ്റ് പോയിൻ്റായ സ്ട്രോബെറി പാർക്കിൽ വന്നേക്കാണ്. ഗെൻഡിങ് ഐലൻഡിലേക്ക് പോണ വഴിക്കാണ് സ്ട്രോബെറി പാർക്ക്. നിങ്ങൾ ഗെൻഡിങ് ഐലൻഡിൽ പോകുന്ന എല്ലാവരും സ്ട്രോബെറി പാർക്കിൽ കയറാൻ മറക്കരുത്. കാരണം മിക്ക ആൾക്കാരും വിട്ടുപോകുന്ന കാര്യമാണ്. എല്ലാവരും ടൂർ പാക്കേജ് അങ്ങനെയുള്ള വഴി വരുമ്പോൾ അവർ നേരെ അങ്ങ് ഗെൻഡിങ് ഐലൻഡിലേക്ക് ആക്കുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ പറയണം, പ്രത്യേകം എടുത്ത് പറയണം, നമ്മൾ സ്ട്രോബെറി പാർക്കിൽ കയറാൻ പറയണം. പോണ വഴിക്ക് തന്നെയാണ്, നമുക്ക് വേറെ റെസ്പോൺസ് ഒന്നുമില്ല. നമ്മളിപ്പോൾ പേഴ്സണൽ ഇൻഡിവിജ്വലായിട്ട് വരികയാണെങ്കിൽ തന്നെ നമ്മൾ ഗ്രാബ് വിളിച്ച് വന്ന വഴിക്ക് തന്നെയാണ് സ്ട്രോബെറി പാർക്ക്. എങ്ങനെയായാലും കാണേണ്ടതാണ്. നല്ല ഭംഗിയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അകത്ത് ഇൻസൈഡ് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ട്രോബെറി പാർക്കിലെ ടിക്കറ്റാണിത്. നമുക്ക് വന്നിട്ട് അഡൽറ്റിന് വന്നിട്ട് 15 രൂപയും ചിൽഡ്രൻസിന് വന്നിട്ട് 10 രൂപയാണ്. സ്ട്രോബെറി ഇങ്ങനെ പഴുത്ത് വെക്കണുണ്ടോ? സ്ട്രോബെറി ശരിക്കും പറിക്കാൻ പാടില്ല എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും സ്ട്രോബെറി ഇങ്ങനെ പഴുത്ത് കിടക്കണമെങ്കിൽ ആരാണെങ്കിൽ പറിച്ചു പോലും. നമുക്ക് ഒരെണ്ണം പറിച്ച് നോക്കാം. സൂപ്പർ കേട്ടോ, നല്ല ടേസ്റ്റാണ്. നാച്ചുറലായിട്ട് പറിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ടേസ്റ്റ് ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ വാങ്ങിക്കാൻ കിട്ടും. ഒരു ബോക്സിൽ 60 റിംഗറ്റാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് പറിച്ച് കഴിക്കാം. കൂളായിട്ട് കേട്ടോ. ദൂരം നോക്കാം. നമ്മൾ പിന്നെ മലയാളികൾ എവിടെ പോയാലും അതിൻ്റെ തനിമ കാണിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2-3 പറിച്ച് കഴിക്കാൻ വിചാരിക്കും. ഈ കാണുന്നുണ്ടോ? ഇതാണ് കേട്ടോ സ്റ്റാർട്ടിങ് സ്റ്റേജ്. ഇതിൻ്റെ വിത്ത് പാവി വെച്ചിരിക്കുന്ന സ്റ്റൈലാണ് ഈ കാണുന്നത്. സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇതിപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ മുളകളായിട്ട് ഉണ്ടായി വരുന്നുള്ളൂ. അത് കഴിയുമ്പോഴാണ് ഓരോ സ്റ്റേജ് ആയിട്ട് വരുന്നത്. അവിടെ അപ്പുറത്തിട്ട് മാറുമ്പോൾ ചെറിയതായിട്ട് വരുന്നതുണ്ട്. ഒരിക്കലും ഗെറ്റിംഗ് ഐലൻഡിലേക്ക് പോകണ ആരും, അതായത് മലേഷ്യയിൽ വന്നിട്ട് ഗെറ്റിംഗ് ഐലൻഡിൽ പോകണ ആരും ഒരിക്കലും ഈ സ്ട്രോബെറി പാർക്ക് മിക്സ് ചെയ്യരുത്. നല്ലൊരു വെറൈറ്റി ഓർക്കിഡിൻ്റെ സ്റ്റാൻഡ് കണ്ടോ. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ വീട്ടിൽ ഇതുപോലെ ചെയ്യാട്ടോ. നമുക്ക് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നാട്ടിൽ സൈറ്റിലൊക്കെ ജോലി ചെയ്യണവർക്ക് അറിയാൻ പറ്റും. സേഫ്റ്റി ഷൂ വെച്ചിട്ടാണ് സ്റ്റാൻഡ് ഉണ്ടാക്കിയേക്കണേ. എവിടെയോ സൈറ്റിൽ വർക്ക് ചെയ്യണ ആരുടെ ബുദ്ധിയെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും സൂപ്പറായിട്ടുണ്ട്. ഓർക്കിഡ് സ്റ്റാൻഡ് നല്ല സ്റ്റൈലായിട്ട് ചെയ്തേക്കണം. അതായത് നമ്മുടെ സ്ട്രോബെറി പാർക്കിൽ തന്നെ ഉള്ള ഒരു ഇതാണ്. ചൈനീസിൻ്റെ ഡ്രസ്സിട്ട് നമ്മളെ ചൈനീസ് സ്റ്റൈലിൽ ഫോട്ടോ എടുത്ത് തരും. അതിന് വന്നിട്ട് ഇവിടെ 50 റിംഗറ്റാണ്. അതായത് ഒരു ഫാമിലിക്ക് 50 റിംഗറ്റേ ഉള്ളൂ. കണ്ടോ, ഈ കുട്ടിയുടെ കണ്ടോ നല്ല സ്റ്റൈലായിട്ടില്ലേ, നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കണുണ്ട്, നല്ല സ്റ്റൈലായിട്ട്. അതേപോലെ ഞാൻ പറയണൊന്നും മനസ്സിലാവണില്ല, അതുകൊണ്ടാണ് സുന്ദരി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും മനസ്സിലാവണില്ല. പക്ഷേ നല്ല സൂപ്പറായിട്ടുണ്ട്. അതേപോലെ നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് ഇട്ട് തരും. ഇപ്പോൾ മാളും എല്ലാവരും നമ്മുടെ എല്ലാവരും ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് നിങ്ങൾക്ക് കാണാം.